നല്ല ഫ്രഷ് വഴുതനങ്ങ. ഇതുപയോഗിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പാസ്തയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുത്താലോ. വഴുതനങ്ങ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2 സവോള അരിഞ്ഞത്, 3 തക്കാളിക്ക അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണ്, ജീരകം 1 ടീസ്പൂണ്, 1 പച്ചമുളക്, ബേ ലീവ്സ്, കോക്കനട്ട് മിൽക്ക് 1 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം. പാനിൽ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ജീരകം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ബേ ലീവ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലീവ്സ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു രുചി കിട്ടും നമ്മുടെ കറിക്ക്. നമുക്ക് ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൈയ്യൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വരണ്ട് വരുന്നതിന് നമുക്ക് ഇളക്കി കൊടുക്കാം. സവോളയൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. സവോളയും തക്കാളിക്ക് ഇതുപോലെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ എടുക്കുന്ന വെജിറ്റബിളിൻ്റെ അളവനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തക്കാളിയിലും സവോളയിലും മസാലയൊക്കെ നന്നായിട്ട് വെന്ത് പിടിച്ച് വരുമ്പോഴത്തേനും നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മസാല നമുക്ക് വഴുതനങ്ങ നന്നായിട്ട് ഇളക്കിയെടുക്കാം. വഴുതനങ്ങ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടിച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഒന്നും കൂടെ. ഇങ്ങനെ നമ്മുടെ വഴുതനങ്ങാക്കറി റെഡിയായിട്ടുണ്ട്.